ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫിൽമി. അപ്പം നമ്മളിന്ന് പുതിയൊരു സിനിമയുടെ റിവ്യൂ വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ട സിനിമ തഗ് ലൈഫ്. സിനിമ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന മണിരത്നമാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മണിരത്നത്തിൻ്റെ തന്നെ മധുരാസ് ടോക്കീസും കമൽഹാസൻ്റെ രാജ്കമൽ ഇൻ്റർനാഷണലും കൂടിയിട്ടാണ്. ഈ സിനിമയുടെ ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ടല്ലോ, ബിഹൈൻഡ് ദ ക്യാമറ ആ ഒരു ടീമുണ്ടല്ലോ, അത് ബെസ്റ്റ് ഇൻ ദി ബിസിനസ്സാണ്. അടിപൊളി ടീമാണ്. കാരണം പറഞ്ഞാൽ ക്യാമറ ചെയ്തിരിക്കുന്ന രവി കെ ചന്ദ്രനാണ്. മ്യൂസിക് ARR ആണ് ചെയ്തിരിക്കുന്നത്, ഒന്നും പറയണ്ട, അതൊക്കെ ക്ലാസ്സാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രീകർ പ്രസാദാണ്. അങ്ങനെ ടെക്നിക്കൽ ടീം, ഈ സിനിമയുടെ ബാക്കിലുള്ള ടെക്നിക്കൽ ടീം വാസ് ഫാബുലസ് ആണ്. പക്ഷേ സിനിമ എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഐ എം റിയലി സോറി ഫോർ സേയിങ് ദിസ്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്ന് നമുക്ക് കിട്ടിയ സിനിമ ഒരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു തിയേറ്ററിൽ. ഞാൻ നമ്മുടെ എറണാകുളം കവിത തിയേറ്ററിലാണ് കണ്ടത്. സിനിമ കാണാൻ നേരത്തെ എൻ്റെ കൂടെ ഒരു 50-60 ആൾക്കാരോളം തിയേറ്ററിലുണ്ടായിരുന്നു. അതിൽ തമിഴ് ആൾക്കാരായിരുന്നു കൂടുതലും, കുറച്ച് പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഓരോ കോമഡിക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. സാഡ്ലി എനിക്കൊന്നിനും ചിരി വന്നില്ല. എനിക്കെന്തോ ഒരു മണിരത്നം സിനിമ ഏത് നായകൻ എന്ന് പറയുന്ന ഓൾ ടൈം ക്ലാസിക്കിന് ശേഷമാണ് മണിരത്നം കമൽഹാസനോട് കൂടെ ഒന്നിച്ചിട്ടുള്ള സിനിമയാണ് ഇത് എന്നാണ് പറയുന്നത്. പക്ഷേ മണിരത്നമൊക്കെ എവിടെ, ഏത് റേഞ്ച് സിനിമയാണ് അതൊക്കെ വെച്ച് നോക്കി. ദിസ് ഇസ് നത്തിങ്. ഒരു തരത്തിലും എനിക്കൊരു ഇമോഷണൽ കണക്ട് കിട്ടിയിട്ടില്ല. ഒരു ഗൂസ്ബംപ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. വെറുതെ ഒരു സിനിമ. സാധാരണ മണിരത്നം സിനിമകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അത് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നി. ഇമോഷണൽ വൈസും അതേമാതിരി തന്നെ ഒരു റൊമാൻറ്റിക് ട്രാക്കൊക്കെ ഇതിലുണ്ട്. എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു തരത്തിലൊരു ഇമോഷണൽ കണക്ട് കിട്ടാത്ത ഒരു പോർഷനായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറയുന്നത് തൃഷയും നമ്മുടെ കമൽഹാസനും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്കത് ഒരു തരത്തിലും ഇമോഷണലിയോ എനിക്കത് വർക്കായില്ല. അവരുടെ ആ ഒരു കെമിസ്ട്രി എനിക്ക് ഒട്ടും വർക്കായതായിട്ട് തോന്നിയില്ല. പിന്നെ അഭിരാമിയുണ്ട്. ഒരു വയ്യാത്തൊരു ക്യാരക്ടറാണ് അഭിരാമി. ഈ പറഞ്ഞ മാതിരി ഒരു ഹസ്ബൻഡ് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഹസ്ബൻഡിന് വിഷമാവുന്ന ഓർത്ത് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ഭാര്യ. പഴയ ഒരു കുലസ്ത്രീ സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൽപ്പെട്ട അതിൻ്റെ വേറൊരു ആളാണ്, വേറൊരു പതിപ്പാണ് അഭിരാമിയുടെ ക്യാരക്ടർ. ഭയങ്കര വീക്ക്ലി റിട്ടമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് സിനിമ മൊത്തം ഉള്ളത്. അതായത് നമുക്ക് ഇതിൽ ആരോടും നമുക്കൊരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്തില്ല, അങ്ങനത്തെ ഒരു ഇത്. പിന്നെ എന്താ പറയുക, മ്യൂസിക് വൈസ് ARR അടിപൊളിയായിട്ട് പണിയെടുത്തിട്ട് തോന്നി. പക്ഷേ ഇപ്പോഴും മ്യൂസിക് ഒരു സീനിൽ വർക്കായി നമുക്ക് മനസ്സിലാവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ആ സീനിൻ്റെ ഇമോഷൻസും ആ സീനിൻ്റെ റൈറ്റിംഗ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേസിൽ എത്തുമ്പോഴാണ്, അതിൻ്റെ മേളിൽ മ്യൂസിക് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ റൈറ്റിംഗ് തീരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റൈറ്റിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് ഒരു തൃപ്തി കിട്ടുന്നില്ല ഒരു സീനിൽ പോലും. അങ്ങനത്തെ സാധാരണ മണിരത്ന സിനിമകൾക്ക് നമുക്ക് ഇങ്ങനെ വരാറുള്ളതല്ല. അതും കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. ഇതൊരു സാധാരണ ഒരു നോർമൽ ഡയറക്ടർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്ര ഫീൽ ചെയ്യില്ല. പക്ഷേ മണിരത്നം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ വെറും ഒരു നോർമൽ ഡയറക്ടർ അല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് മെയിനായിട്ടുള്ളത് എനിക്കുള്ളത്. മ്യൂസിക് വൈസ് ARR ചില സീനുകളിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ട്രാക്കൊക്കെ നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ചിൽ ചിന്മയി പാടിയൊരു ട്രാക്ക് ഉണ്ടായിരുന്നു. ആ ട്രാക്ക് ഈ സിനിമയിൽ കേട്ടില്ല. അത് ഒറിജിനൽ ട്രാക്ക് പാടിയിരിക്കുന്ന നമ്മുടെ സന്തോഷ് നാരായണൻ്റെ മോളായിട്ടുള്ള ആണ്. അപ്പം ആ ട്രാക്ക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ എന്നെ വേണോ ഉനക്ക് എന്നുള്ള ട്രാക്കൊക്കെ വന്നപ്പോൾ കൂട്ടം തരികയായിരുന്നു തിയേറ്ററിൽ. ആക്ച്വലി തിയേറ്ററിൽ ഇമോഷൻസ് ഒന്നും വർക്കായില്ലെന്ന് പറയാൻ, ഈ ചില ഭയങ്കര ഇമോഷണൽ സീനുകളിലൊക്കെ കമൽഹാസൻ പെർഫോം ചെയ്യുമ്പോൾ വരെ തിയേറ്ററിൽ ചിരിക്കുക ആൾക്കാർ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് കണ്ടു. അങ്ങനെയൊന്നും പൊതുവെ വേറെ ആരുടെ സിനിമകൾക്ക് കണ്ടാലും കമൽ സാറിൻ്റെ സിനിമകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് അതും സംഭവിച്ചു. വന്നിട്ടുണ്ട്, ഞാൻ മറന്നുപോയതാണ്. നമ്മുടെ ഇന്ത്യൻ 2-ന് ഇതേ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥ ഇതിലും റിപ്പീറ്റായിട്ട് വന്നു എന്ന് വേണം പറയാം. പിന്നെന്താ പറയുക, പിന്നെ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ രവി കെ ചന്ദ്രൻ്റെ ചില ഫ്രെയിംസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ചില ഫ്രെയിംസ് നമുക്ക് കട്ട് ചെയ്ത് വാൾപേപ്പർ ആക്കി വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ചില ഫ്രെയിമുകളുണ്ട്. അത് ഭയങ്കര രസമായിട്ട് അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ചില സീനുകൾ അത് ഒരു ഷൂട്ട് ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പടം തുടങ്ങുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് വന്ന സമയത്ത് ഞാൻ ഒരു ഇതെന്താ നടക്കുന്നത്, കിടിലം ക്വാളിറ്റി ഒരു ഷൂട്ട് ഔട്ട് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ സീന് ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ കണ്ടിരിക്കാൻ. കമൽഹാസൻ്റെ ഒരു ഡി-ഏജിങ് സംഭവമൊക്കെ വെച്ചിട്ടോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പടം കഴിഞ്ഞു പോയി. എനിക്ക് ഫസ്റ്റ് ഹാഫ്
ഒരു ജസ്റ്റ് ഒരു എബോവ് ആവറേജ്, ഒരു ആവറേജ് സെറ്റപ്പും സെക്കൻഡ് ഹാഫ് ബിലോ ആവറേജ് കൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ 1-2 സീനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കാറിൽ പോകുമ്പോൾ ഒരു ഷൂട്ട് ഔട്ട് സീക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഇതിൻ്റെ ഫൈറ്റ് കൈകാര്യം ചെയ്യിക്കുന്ന അൻപറിവാണ്. കൊള്ളാം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ മോശം പറയാനായിട്ടൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല എന്നുള്ള ലെവലിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിലൊരു എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ ഇത്ര ഉള്ളൂ സിനിമയിൽ. വേറെ എനിക്കൊന്നും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. തൃശ്ശയുടെ ക്യാരക്ടറൊക്കെ എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ ഒരു ക്യാരക്ടർ, അതും ഒരു തരത്തിൽ ഒരു ഇമോഷണൽ കണക്ട് കിട്ടാതെ കമൽഹാസനായിട്ടുള്ളൊരു എന്തിനോ വേണ്ടി ഒരു ക്യാരക്ടർ എന്നുള്ള പോലെ. പിന്നെ സിംബുവിൻ്റെ ക്യാരക്ടറെ പറ്റി ഒന്ന് പറയണമെന്നുണ്ട് എനിക്ക്. കാരണം സിംബുവിൻ്റെ ക്യാരക്ടർ ആക്ച്വലി കൊള്ളായിരുന്നു. അത് മൂപ്പരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഇതിൽ നല്ലോണം എന്ന് വെച്ചാൽ അഴിച്ചു വിടാതെ ഭയങ്കര കൺട്രോൾഡായിട്ട് ഭയങ്കര നീറ്റായിട്ട് സിംബു ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ഫാക്ടർ നന്നായിട്ട് വന്നു കഴിഞ്ഞാലും തിരക്കഥ എന്നൊരു സാധനം അത് അടിപൊളിയായിട്ടില്ലെങ്കിൽ സിനിമ വീട് തന്നെ ചെയ്യും. അതിൻ്റെ തെളിവാണ് ഇന്നവിടെ കണ്ടത്. കാരണം രാവിലത്തെ ഷോ ഹൗസ്ഫുള്ളായിരുന്നു. ഇപ്പം ഉച്ചക്കത്തെ ഷോയിലേക്ക് വൈകുന്നേരത്തെ ഷോയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആളില്ലായിരുന്നു. ഒരു 50 പേരൊക്കെ മാക്സിമം തിയേറ്ററിലുണ്ടായിരുന്നു. പിന്നെ വേറെന്താ ഇപ്പം അതിനെപ്പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ ജസ്റ്റ് ഒരു ഒക്കേഷ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കര അടിപൊളിയായിട്ടൊരു സിനിമ അനുഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം സിനിമ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ എൻ്റെ താഴത്തൊരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു. അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ ബൈ.